ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ഡിയോ BS6 മോഡൽ വണ്ടിയാണ്. നമുക്ക് വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിനകത്ത് മെയിനായിട്ട് നമുക്ക് പറഞ്ഞാൽ ഹാൻഡിൽ ഒരു വെട്ടൽ കാണിക്കുന്നുണ്ട്, കോൺസെപ്റ്റിന് കംപ്ലൈൻ്റ് ആണ്. പിന്നെ എഞ്ചിൻ ഓയിൽ മാറണം, വാട്ടർ സർവീസ് ചെയ്യണം. മെയിൻ സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് ഒരു ചെറിയ സൗണ്ട് വ്യത്യാസമുണ്ട്, അത് ഗ്രീസ് ചെയ്യണം. വണ്ടി ബാക്ക് സൈഡ് സൗണ്ട് എന്നുള്ള കേസാണ് പറഞ്ഞത്. പക്ഷേ പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ സ്റ്റാൻഡിൻ്റെ പിന്നിൻ്റേതായിട്ടുള്ളൊരു സൗണ്ട് വ്യത്യാസം, ഒരു വൈബ്രേഷൻ സൗണ്ട് മാത്രമാണ് കാണിക്കേണ്ടതുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് മെയിൻ സ്റ്റാൻഡ് ഗ്രീസ് ചെയ്യണം. വേറെ പറയത്ത കംപ്ലയിൻ്റ് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ജനറലായിട്ട് സർവീസോ വേറെ കംപ്ലയിൻസുകളോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. മെയിനായിട്ട് ഹാൻഡിൽ ബെയറിങ്ങും, അതായത് കോൺസെപ്റ്റ് മാറണം, എൻജിൻ ഓയിൽ മാറണം, വാട്ടർ സർവീസ് ചെയ്യണം, മെയിൻ സ്റ്റാൻഡിൻ്റെ പിന്നെ ഇടിച്ച് ഗ്രീസ് ചെയ്യണം. ഇത്രയും കേസാണ് പറഞ്ഞത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കയറ്റിയേക്കണേ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഈ ഹാൻഡിൽ ഫ്രണ്ട് ഭാഗം ഫുള്ളായിട്ട് അഴിച്ചാലാണ് നമുക്ക് ഹാൻഡിൽ ബെയറിങ് മാറ്റാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഹാൻഡിൽ ബെയറിങ് നമ്മൾ അഴിച്ച് മാറ്റുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തുരുമ്പ് കാര്യങ്ങളൊക്കെ വന്നിരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ടൈറ്റാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അതഴിച്ച് നമ്മൾ ചേഞ്ച് ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഈ കവറൊക്കെ ഫുള്ളായിട്ട് അഴിച്ചാലാണ് നമുക്ക് അതിൻ്റെ ഭാഗങ്ങൾ ക്ലിയറായിട്ട് അഴിക്കാനും മാറ്റാനൊക്കെ പറ്റുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് താമസം വരാം, അമ്മാതിരി വർക്ക് വരുമ്പോൾ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ടേ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ. ഏകദേശം നമുക്കൊരു 3:30-4 മണിയൊക്കെ ആവും വർക്ക് തീരുമ്പോഴത്തേക്കും. അപ്പോൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ കോൺടാക്ട് ചെയ്തേക്കാം. അതിന് മുമ്പ് ആവുകയാണെങ്കിലും വിളിച്ചു കിടക്കാം. ഓക്കെ.